ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പുതിയ റിപ്പോർട്ടുമായി ഹിൻഡൻബർഗ്. റിപ്പോർട്ട് ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയായ ബ്ലോക്കിംഗിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി. 40% മുതൽ 70% വരെ ഉപഭോക്താക്കൾ വ്യാജം അക്കൗണ്ടുകൾ പെരുപ്പിച്ച് കാണിച്ച് നിയമവിരുദ്ധമായി വരുമാനമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. റിപ്പോർട്ടിന് പിന്നാലെ ബ്ലോക്കിംഗിന്റെ ഓഹരികളിൽ തകർച്ച. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 5 പേർക്ക് സസ്പെൻഷൻ, ഒരാളെ പിരിച്ചുവിട്ടു. 5 ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. മോദി സമുദായത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ്. ശിക്ഷാവിധി ഗുജറാത്തിലെ സൂറത്ത് CJM കോടതിയുടേത്. വിധിക്ക് പിന്നാലെ രാഹുലിന് ജാമ്യം. കേസിൽ അപ്പീൽ പോകുവാൻ 30 ദിവസത്തെ സാവകാശം. ശിക്ഷ മരവിപ്പിച്ചതുകൊണ്ട് അയോഗ്യത ഇല്ലാതാകുന്നില്ലെന്ന് അഭിഷേക് സിംഗ്വി. തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ തള്ളി സിറോ മലബാർ സഭ മുഖപത്രം. BJPക്ക് MBA നൽകിയാൽ എല്ലാം ശരിയാകുമെന്ന പ്രസ്താവന ബാലിശമെന്ന് സത്യദീപം. പ്രസ്താവന കാർഷിക അവഗണനയെന്ന ഗുരുതര പ്രശ്നത്തെ ലളിതവൽക്കരിച്ചു. റബ്ബർ രാഷ്ട്രീയം കളിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന ചിന്ത ആരുടെ ബുദ്ധിയാണെന്നും ചോദ്യം. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗത്തിൽ ഉത്തരവിനായി ലോകായുക്തയെ സമീപിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. ഹർജിക്കാരൻ ലോകായുക്തയെ സമീപിക്കണമെന്ന കോടതിയുടെ വാക്കാൽ നിർദ്ദേശം. കേസ് ഏപ്രിൽ 1 മാറ്റി. ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ 7 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. സോണ്ട കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിയതാണോ എന്ന് VD സതീശൻ. ബ്രഹ്മപുരം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രളയത്തിന് ശേഷം 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? കണ്ണൂരിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞത് പച്ചക്കള്ളമെന്നും പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ MLA-മാർക്കെതിരായ നിയമസഭാ സംഘർഷ കേസിൽ സർക്കാരിന് തിരിച്ചടി. വാച്ച് ആൻഡ് വാർഡ് അംഗത്തിന്റെ കയ്യിൽ പൊട്ടലില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത് പൊട്ടലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി.